സുരേന്ദ്രൻ പിടിച്ച സീറ്റില് ഇപ്രാവശ്യം അത് BDJS കൊടുത്തു. ശരിയാണോ? റാന്നി ശബരിമല ഇരിക്കുന്ന സീറ്റാണ്. അവിടെ കൊടുത്തിരിക്കുന്നത് 2020 എവിടെയുള്ളത്? പത്തനംതിട്ടയിൽ 2020 നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ എറണാകുളം ജില്ലയിലെ കിഴക്ക് ഭാഗത്ത് മാത്രം ഉണ്ടായിരുന്ന ഒരു പാർട്ടിക്ക് പത്തനംതിട്ടയിലെ റാന്നി കൊടുത്തിരിക്കുകയാണ്. എന്നിട്ട് റാന്നിയിലെ 2020 സ്ഥാനാർത്ഥി പറയാണ് ശബരിമല വിഷയമൊന്നും ഞങ്ങൾ ഉന്നയിക്കുന്നില്ല, അതിൽ സർക്കാരിൻ്റെ ഭാഗത്ത് തെറ്റൊന്നുമില്ലെന്ന്. സർക്കാരിൻ്റെ ഭാഗത്ത് തെറ്റൊന്നുമില്ലെന്ന് ആരാ പറയുന്നത്? NDA സ്ഥാനാർത്ഥി. BJP ആ സീറ്റ് 2020 കൊടുത്തിരിക്കുകയാണ്, റാന്നി സീറ്റ്. അപ്പം പറയിപ്പിക്കല്ലേ ഞങ്ങളെ കൊണ്ട്. പിന്നെ ഒരുപാട് സ്ഥലത്ത് കാസർഗോഡ്, മഞ്ചേശ്വരത്ത്, പാലക്കാട്, മനസ്സിലായില്ലേ? പല സ്ഥലങ്ങളിലും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ജയിപ്പിക്കാനുള്ള ഏർപ്പാടുകളാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. മുഖ്യമന്ത്രി സ്ഥിരം പറയുന്ന വാക്കാണ് പറഞ്ഞത്. മുഖ്യമന്ത്രിയല്ലേ ചെയ്തത്? കരുവന്നൂരിലെ കൊള്ള, CPMന്റെ കൊള്ള, ബാങ്കിലെ കൊള്ള എത്രയാണ്? 300 കോടി രൂപ ED വന്ന് കഴുത്തിന് പിടിച്ചു. അപ്പം നിങ്ങളെല്ലാവരും വാർത്തയിട്ട് എന്താണ്? ED പിടിമുറുക്കുന്നു പാർലമെന്റ് ഇലക്ഷന് മുമ്പ്. അപ്പം ഞാൻ നിങ്ങളോട് അന്നൊരു വാക്ക് പറഞ്ഞു, ED പിടിമുറുക്കുന്നത് തൃശ്ശൂർ സീറ്റിന് വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞു. നിങ്ങളുടെയൊക്കെ ലൈബ്രറിയിൽ കാണുന്നത് തൃശ്ശൂർ സീറ്റിന് വേണ്ടിയിട്ടാണ് ED പിടിമുറുക്കുന്നത്. CPM നേതാക്കന്മാരുടെ കഴുത്തിലാണ് ED പിടിമുറുക്കിയത്. അപ്പോൾ തൃശ്ശൂർ സീറ്റ് നിങ്ങൾക്കറിയാമല്ലോ, പൂരം തല്ലി തകർത്ത് പൂരം അലമ്പാക്കി BJPക്ക് ജയിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കി കൊടുത്ത്. അത് കഴിഞ്ഞിട്ട് ED എവിടെയെങ്കിലും പിടിമുറുക്കിയ ആ പിടി എവിടെ പോയി? നിങ്ങൾ എഴുതിയ വാക്കുകളാണ്, നിങ്ങളെല്ലാവരും റിപ്പോർട്ട് ചെയ്താണ് ED പിടിമുറുക്കുന്നു. തൃശ്ശൂർ സീറ്റ് BJP ജയിപ്പിച്ചതിന് ശേഷം എവിടെയെങ്കിലും ED പിടിമുറുക്കിയില്ല. അവിടെ ഒരു ഡീലായിരുന്നു. ആ ഡീല് ഞങ്ങൾ തെളിവ് സഹിതം പറഞ്ഞാൽ ആദ്യം നിഷേധിച്ചല്ലോ. ആദ്യം MR അജിത് കുമാർ എന്ന് പറയുന്ന അഡീഷണൽ DGP മുഖ്യമന്ത്രിക്ക് വേണ്ടി RSS നേതാവുമായി ആശയവിനിമയം നടത്തിയെന്ന് പറഞ്ഞു. ആദ്യം RSS നിഷേധിച്ചു, പിന്നെ ഇവരെല്ലാവരും നിഷേധിച്ചു. പിന്നീട് പറഞ്ഞു കണ്ടാൽ എന്താ കുഴപ്പമൊന്നായി പിന്നീട് ചോദിച്ചത്. അപ്പോൾ ഈ ഡീലൊക്കെ നടന്നാണ് നേരത്തെ. മുഖ്യമന്ത്രിയല്ലേ 1-ാം നമ്പർ കാർ ഉപേക്ഷിച്ച് മസ്കറ്റ് ഹോട്ടലിൽ വന്ന് RSS നേതാക്കന്മാരുമായി ചർച്ച നടത്തിയത് നിങ്ങൾക്കറിയാലോ. ശ്രീ എമ്മിൻ്റെ സാന്നിധ്യത്തിൽ ഇല്ലേ? മസ്കറ്റ് ഹോട്ടലിൽ RSS നേതാക്കളുമായി ചർച്ച നടത്തിയതാരാ? പിണറായി വിജയൻ ഞങ്ങളെ പഠിപ്പിക്കണ്ട, അദ്ദേഹത്തിൻ്റെ പഴയ മുൻകാല ചരിത്രമൊന്നും പഠിപ്പിക്കണ്ട. അതേ കോലീബി എന്ന് പറയുക, അതിനേക്കാളും മുമ്പുള്ളൊരു ചരിത്രം ഉണ്ടല്ലോ. RSSന്റെ കൂടി പിന്തുണയോടുകൂടിയല്ലേ ജയിച്ചു വന്നത്. 77 അസംബ്ലിയിൽ ജയിച്ചു വന്നത് RSSനോട് പിന്തുണയോട് കൂടിയല്ലേ. അപ്പം ഞങ്ങളെ ചരിത്രമൊന്നും മുഖ്യമന്ത്രി ഓർമ്മിപ്പിക്കേണ്ട. മുഖ്യമന്ത്രിയുടെ ചരിത്രം ഇതാണ്, മനസ്സിലായില്ല? ഈ ഡീല് ഞങ്ങൾ പൊളിക്കും, ഒരു സംശയക്കാര്യത്തിൽ വേണ്ട. ഈ ഡീല് ഞങ്ങൾ പൊളിക്കും. കാരണം കേരളം ഈ തെരഞ്ഞെടുപ്പിൽ 2 കാര്യമാണ് തെളിയിക്കാൻ പോകുന്നത്. ഒന്ന്, ഈ 10 വർഷത്തെ ദുർഭരണത്തിന് അന്ത്യം കുറിക്കും. 2, കേരളം മതേതര കേരളമാണ് എന്ന് ഈ കേരളത്തിലെ ജനങ്ങൾ ഉറക്കെ ഈ രാജ്യത്തോട് വിളിച്ചു പറയും. ഇത് രണ്ടുമാണ് ഈ തെരഞ്ഞെടുപ്പിൽ നടക്കാൻ പോണത്. അതുകൊണ്ട് നിങ്ങളുടെ ഒരു ഡീലും നടക്കൂല. ഈ പ്രതിപക്ഷം പറയുന്ന ഡീലുള്ള 10 മണ്ഡലങ്ങൾ ഏതൊക്കെയാണ്? അല്ലല്ല, അതിപ്പം നിങ്ങളോട് ഞാൻ കുറേ സീറ്റ് പറഞ്ഞില്ലേ? ഞാൻ ഇന്നലെ പറഞ്ഞില്ലല്ലോ. ഇന്നലെ പാലക്കാട് മാത്രമല്ലേ പറഞ്ഞുള്ളൂ. ഇപ്പം കാസർഗോഡ് പറഞ്ഞു ഇല്ലേ, മഞ്ചേശ്വരം പറഞ്ഞു, റാന്നി പറഞ്ഞു, കോന്നി പറഞ്ഞു, എത്തിയില്ലേ? ഇപ്പം അത്രയും. ബാക്കി പറയാം. ഇനിയും കുറേ അല്ല, ഇവർ തമ്മിൽ രഹസ്യമായി നടത്തിയിരിക്കുന്ന ഡീലുകളെ കുറിച്ച് ഇനിയും പറഞ്ഞുതരാം. ബാക്കി കാര്യങ്ങൾ കൂടി. എവിടെ? അതൊന്നും അല്ലല്ലോ അവിടെ നടന്നിരിക്കുന്നത്. എന്താണെന്നറിയാൻ പാടില്ലേ? അവിടെ നടന്നിരിക്കുന്നത് മുഴുവൻ CPMന്റെ കോട്ടകളിലല്ലേ വോട്ട് പോയത്. വോട്ടല്ല, അത് CPMന്റെ കോട്ടകളിലാണ് വോട്ട് കംപ്ലീറ്റ് പോയിരിക്കുന്നത്. നിങ്ങൾക്ക് കംപ്ലീറ്റ് ആയിട്ട് അറിയാലോ, അവിടുത്തെ കാര്യങ്ങൾ അറിയാലോ. അത് കോൺഗ്രസിന് വോട്ട് കുറഞ്ഞത് ഞങ്ങളുടെ വോട്ടല്ലല്ലോ പോയിരിക്കുന്നത്. അതെന്താണെന്നറിയാം? അത് ഈ BJPയുമായി മത്സരിക്കുന്ന സമയത്ത് ഈ മൈനോറിറ്റി വോട്ടുകൾ BJPയെ തോൽപ്പിക്കാൻ സാധ്യതയുള്ള സ്ഥാനാർത്ഥിക്ക് പോകും. അത് സുനിൽകുമാറിന് പോയിട്ടുണ്ട്. നിങ്ങൾ ഈ ബീച്ച് സൈഡിലുള്ള വോട്ടുകൾ ഞങ്ങൾ ഓരോ ബൂത്തും പരിശോധിച്ചാണ്. അത് സുനിൽകുമാറിനാണ് പോയത്. എന്നിട്ട് സുനിൽകുമാർ ജയിച്ചില്ല. ഞങ്ങൾക്ക് പരമ്പരാഗതമായി കിട്ടിക്കൊണ്ടിരിക്കുന്ന വോട്ടുകളും മറ്റ് പാർലമെന്റ് കോൺസ്റ്റിറ്റ്യുവൻസിയിലും ഞങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന വോട്ടുകൾ ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട് അവിടെ തൃശ്ശൂരിൽ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ BJPയുമായിട്ടുള്ള മത്സരം വന്നു കഴിഞ്ഞപ്പോൾ LDF സ്ഥാനാർത്ഥിക്ക് മുൻതൂക്കം വന്നു. അപ്പോൾ LDF സ്ഥാനാർത്ഥി ഇപ്പോൾ
നേമത്ത് കഴിഞ്ഞ പ്രാവശ്യം മത്സരം വന്നപ്പോൾ മൈനോറിറ്റി വോട്ട് കെ മുരളീധരനാണ് കിട്ടേണ്ടിയിരുന്നത്. പക്ഷേ ജയിക്കാൻ സാധ്യത വി ശിവൻകുട്ടിയാണെന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ ആ വോട്ടുകൾ BJP വിരുദ്ധ വോട്ടുകൾ, ഞാൻ മൈനോറിറ്റി വോട്ടൊന്നല്ല, BJP വിരുദ്ധ വോട്ടുകൾ പോയത് ശിവൻകുട്ടിക്ക് പോയി. ഞങ്ങൾ കൂടി കിട്ടേണ്ട വോട്ട് ശിവൻകുട്ടിക്ക് പോയി. അത് നാച്ചുറലാണ്. നേമത്ത് ഇത്തവണ എങ്ങനെയായിരിക്കും ഈ പറയുന്ന വോട്ട് മുരളീധരൻ മത്സരിച്ചതിനേക്കാൾ കൂടുമോ? അല്ല, ഞങ്ങളും BJPയുമായി ഡയറക്റ്റ് മത്സരം വരും ഈ പ്രാവശ്യം. അതേപോലെ തന്നെ മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഇന്റർവ്യൂ ഒക്കെ ശ്രദ്ധിച്ചിരുന്നു. ഇന്റർവ്യൂ കൊടുക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ശ്രദ്ധയിൽപ്പെട്ടു. അതൊക്കെ കണ്ടിരുന്നല്ലോ, ഇന്റർവ്യൂ ഒക്കെ കണ്ടിരുന്നു. എല്ലാത്തിനും മറുപടിയും പറഞ്ഞിട്ടുണ്ട്. മുഖ്യമന്ത്രി പറഞ്ഞ എല്ലാ കാര്യങ്ങൾക്കും നമ്മൾ കൃത്യമായും മറുപടി പറഞ്ഞിട്ടുണ്ട്. മുഖ്യമന്ത്രി ഇന്റർവ്യൂ അല്ലേ കൊടുക്കുന്നത്, നിങ്ങൾ ഇതുപോലെ കാണുന്നില്ലല്ലോ. നിങ്ങൾ ചോദിക്കുന്ന എല്ലാ ചോദ്യത്തിനും ഞാനല്ലേ രാവിലെ ഉത്തരം പറയണം എല്ലാ ദിവസവും. മുഖ്യമന്ത്രി ഓൾ ഇന്ത്യ റേഡിയോ അല്ലേ? അല്ല, മുഖ്യമന്ത്രി ഓൾ ഇന്ത്യ റേഡിയോ ആണ്. അങ്ങോട്ട് മാത്രമേ പറയുള്ളൂ, അങ്ങോട്ട് ചോദിക്കാൻ പറ്റില്ല. റേഡിയോ കേൾക്കുമ്പോൾ അങ്ങോട്ട് ചോദിക്കാൻ പറ്റില്ലല്ലോ. ഓൾ ഇന്ത്യ റേഡിയോ അല്ലേ? നമ്മൾ അങ്ങനെയല്ലല്ലോ. എല്ലാ ദിവസവും വന്ന് നിങ്ങൾ ചോദിക്കുന്ന എല്ലാ ചോദ്യത്തിനും കുത്തിത്തിരിപ്പ് ചോദ്യത്തിനൊക്കെ ഞാൻ മറുപടി പറയല്ലേ. ഈ പ്രതിപക്ഷം പറയുന്ന ഒരു ഡീൽ ഉണ്ടെങ്കിൽ സ്വാഭാവികമായും മഞ്ചേശ്വരത്ത് ഷാനവാസ് പാദൂരിനല്ലേ സ്ഥാനാർത്ഥിയാക്കുക, അവിടെ ജയാനന്ദയാണ് ഇപ്പൊ CPM സ്ഥാനാർത്ഥിയാക്കിയത്. അപ്പം നിങ്ങളെ ജയാനന്ദ പാർട്ടിയിൽ കലാപമാണ് ജയാനന്ദ സ്ഥാനാർത്ഥിയാക്കിയിട്ട്. പാർട്ടിക്ക് പോലും സ്വീകാര്യത ഇല്ലാത്ത ഒരാളെ സ്ഥാനാർത്ഥിയാക്കി. അതാണ് അവിടുത്തെ കളി. പല സ്ഥലത്തും പല രീതിയാണ്. പാർട്ടിക്ക് പോലും സ്വീകാര്യത ഇല്ലാത്ത ആളെ നിങ്ങൾ ഈ കോന്നിയിലെ റാന്നിയിലേക്ക് എന്താ കേസ്? റാന്നിയിലെ 2020 അത് ഞങ്ങൾ ജയിക്കണ സീറ്റില്ല. ആരായിട്ട് ധാരണ? ഞാൻ പിന്നെ CPM ആയിട്ട് ധാരണ. ബന്ധമുണ്ടെന്ന് പറയുമ്പോഴേ UDFന്റെ പ്രതീക്ഷ എന്താണ്? അത് ഞങ്ങൾ 100+. നിങ്ങൾ നോക്കിക്കോ. ഞാൻ ഇതിനു മുമ്പല്ല എല്ലാ പ്രവചനങ്ങളും നടത്തിയപ്പോൾ നിങ്ങൾ ഉള്ളിലെങ്കിലും ചിരിച്ചിട്ടുണ്ട്. 20,000-നും 25,000-നും വോട്ടിടയിലാണ് തൃക്കാക്കരയിൽ പറഞ്ഞത്. 25,000 വോട്ട് കിട്ടിയ നിങ്ങളുണ്ടായല്ലോ ചോദിക്കാൻ. കിട്ടിയ വിസ്മയകരമായ ഭൂരിപക്ഷം പുതുപ്പള്ളി പറഞ്ഞു. അപ്പോൾ നിങ്ങൾ അവസാനത്തെ ദിവസം ചോദിച്ചു എന്താ വിസ്മയം? നമ്മൾ ഉമ്മൻചാണ്ടിക്ക് കിട്ടിയ ഏറ്റവും വലിയ ഭൂരിപക്ഷം 33,000ആണ്. ഇത് 35-ന് മീതെ പോകുമെന്ന് പറഞ്ഞു. 37 കിട്ടിയ പുതുപ്പള്ളിയിൽ. പാലക്കാട് എന്താ പറഞ്ഞത്? 15,000ആണ് കിട്ടേണ്ടത്. പക്ഷെ CPM ഒരുപാട് വൃത്തികേടുകൾ കാണിച്ചുകൊണ്ട് 15,000-ന് മീതെ പോകുമെന്ന് പറഞ്ഞു. കേൾക്ക്. അല്ല, മുഴുവൻ കേക്ക്. ചോദിച്ചാൽ മാത്രം പോരല്ല, കേൾക്കണ്ടേ? അത് 18 എത്തി. ആണോ? 7% വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ജയിക്കുമെന്ന് പറഞ്ഞു നിലമ്പൂര്. പറഞ്ഞോ? 7% വെച്ചാൽ 12,000 വോട്ടാ. 11,000 ജില്ലയാണ് വോട്ടിന് ജയിച്ചു. ശരിയാണല്ലോ. 17 മുതൽ 19 വരെ സീറ്റ് കിട്ടാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞു പാർലമെന്റിൽ. നിങ്ങളിതൊക്കെ നോക്കിക്കോ. ഇതൊക്കെ പറഞ്ഞേക്കണം നേരത്തെ. 18 കിട്ടി. ലോക്കൽ ബോഡി ഇലക്ഷനിൽ നിങ്ങളോട് പറഞ്ഞു 4 കോർപ്പറേഷൻ ഉറപ്പാന്ന് പറഞ്ഞു. കിട്ടിയോ? 4 കോർപ്പറേഷൻ. 7 ജില്ലാ പഞ്ചായത്ത് ഉറപ്പാണ്. ചിലപ്പോൾ 8, 9 കിട്ടുമെന്ന് പറഞ്ഞു. ശരിയാണ്. 8ാമത്തേത് കാസർഗോഡ് 1 സീറ്റിന് പോയി. 9ാമത്തെ തിരുവനന്തപുരം 2 സീറ്റിന് പോയി. 55% ഗ്രാമപഞ്ചായത്ത് കിട്ടുമെന്ന് പറഞ്ഞു. 59 കിട്ടി. 60% മുനിസിപ്പാലിറ്റി കിട്ടുമെന്ന് പറഞ്ഞു. 64 കിട്ടി. അതൊക്കെ ഒന്ന് എടുത്ത് നോക്ക്. അതുപോലെ തന്നെയാണ് പറയുന്നത് 100-ൽ കൂടുതൽ സീറ്റ് കിട്ടും. രാഷ്ട്രീയ പശ്ചാത്തലം സ്ഥാനാർത്ഥിയെ മത്സരിപ്പിക്കുന്നു എന്നതാണ് CPM ഉന്നയിക്കുന്ന ആരോപണം. ഇത് ഞാൻ ചോദിക്കട്ടെ, ആ മുകേഷിനെ കൊല്ലത്ത് മത്സരിപ്പിച്ചപ്പോ എന്തൊരു രാഷ്ട്രീയ പശ്ചാത്തലമായിരുന്നു? അല്ലല്ല, കേൾക്ക്. ഇതൊക്കെ ഇങ്ങോട്ട് ചോദിക്കുമ്പോൾ അങ്ങോട്ടും കൂടി കിട്ടുമെന്ന് ആലോചിക്കണം. മുകേഷിനെ അവിടെ മത്സരിപ്പിച്ചപ്പോൾ എന്തൊരു രാഷ്ട്രീയ പശ്ചാത്തലമായിരുന്നു? മുകേഷ് അവിടുത്തെ മറ്റേ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ആയിരുന്നല്ല. ചുമ്മാ ഇരിക്കാൻ പറ.